ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിമല വഴിയാണ് നമ്മൾ മൂന്നാർ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു പാർക്കാണ് ഫ്ലോറ ആൻഡ് ഫോണ പെറ്റ് പാർക്കാണിത് ആക്ച്വലി. അതായത് ഒത്തിരി പെറ്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട് പ്ലാന്റ് ഒത്തിരി ഉണ്ട് ഇവർക്ക്. അത് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് എൻട്രൻസിൽ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഇങ്ങനത്തെ ഫിഷാണേ. ഒത്തിരി ഫിഷസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് വരെ ഫീഡ് ചെയ്യാം. അവരതിൻ്റെ ഫീഡ് നമുക്ക് തരും. അപ്പം അത് നമ്മൾ ഫിഷ് ഫീഡ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ബേർഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. ഇതെല്ലാം ഒരു പ്രൊട്ടക്റ്റഡായിട്ട് പറന്നു പോകാത്ത രീതിയിൽ എന്നാൽ അവർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹൈജീൻ, ഒരു ബാഡ് സ്മെല്ലോ ഒന്നും നമുക്കില്ല. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു പോയിൻ്റാണ്. കണ്ടോ, കൊച്ചിൻ്റെ കയ്യിൽ വന്നിരുന്നില്ല. അപ്പോൾ കുറച്ച് ഫീഡ് എടുത്ത് അവന് തൈല് വെച്ച് കൊടുത്തു. പക്ഷേ കുഞ്ഞൂട്ടൻ ഓക്കെ ആയിരുന്നു കേട്ടോ. അവൻ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനിതെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് അവർ ഒത്തിരി കുട്ടികൾ മാത്രമല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും. കാരണം നമുക്ക് ഇതുപോലെയൊക്കെ ബേർഡ്സിനെയൊക്കെ അടുത്ത് കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യും. കുഞ്ഞൂട്ടനാണെന്ന് തോന്നുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത്. അവന് ബേർഡ്സിനെയൊക്കെ അവന് ഇഷ്ടമാണ്. പിന്നെ ബേർഡ്സ് മാത്രമല്ല, അതല്ലാതെ അവർ കുറച്ചധികം വേറെ നമ്മളുടെ ഈ കോഴികളുണ്ടല്ലോ, കോഴികളുടെ പല പല വെറൈറ്റി സ്പീഷീസുകളും കാര്യങ്ങളും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഭയങ്കര റെയറായിട്ടുള്ള ബേർഡ്സ്, പിന്നെ നമ്മുടെ ഇഗ്വാന, നമുക്ക് വരെ മേത്തൊക്കെ വയ്ക്കാനുള്ള ഓപ്പർച്യൂണിറ്റി തരും. കുറച്ച് ടെൻഷൻ ഉണ്ടാവും നമുക്ക്, കാരണം ഇതിൻ്റെ നഖം ഭയങ്കര ഷാർപ്പാണല്ലോ, അതുകൊണ്ടുള്ളൊരു ടെൻഷനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. താങ്ക് യു.